പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഇവിടെ നിർത്തിയതിന് പരിശുദ്ധമ്മയ്ക്കും ഈശോപ്പയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയ്മോ എന്നാണ്. നോർത്ത് പറവൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ നോർത്ത് പറവൂരാണ് എൻ്റെ സ്ഥലം. എൻ്റെ ഇവിടെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 8 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. അതിൽ ഇപ്പോൾ കിട്ടിയ എനിക്ക് ആദ്യത്തെ സാക്ഷ്യത്തിൻ്റെ ഇപ്പോൾ കിട്ടിയ എനിക്ക് അനുഗ്രഹങ്ങൾ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തെ സാക്ഷ്യമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞത്, ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു സഹോദരനെ ഇവിടെ എഴുന്നേൽപ്പിച്ച് ഞാൻ പിടിച്ചുകൊണ്ട് വന്ന്, കോമാ സ്റ്റേജിൽ കിടക്കണമായിരുന്നു, ഒരു വേദന പോലും അറിയാൻ പാടാത്ത ഒരു കോമാ സ്റ്റേജിൽ കിടന്ന ഒരു സഹോദരനെ ഞാൻ 6 ആഴ്ച ഇവിടുത്തെ വിശുദ്ധ തൈലം പുരട്ടി ആ സഹോദരന് രോഗസൗഖ്യം കിട്ടി. ആ സഹോദരനായിട്ട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഫസ്റ്റത്തെ സാക്ഷ്യം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ മകൾക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് അനുഗ്രഹം കിട്ടി. എൻ്റെ 2ാമത്തെ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞു. 3ാമത്തെ സാക്ഷ്യമാണിത്. ഇതിൽ എനിക്ക് കിട്ടിയ ഒരു സംരക്ഷണമാണ് മാതാവിൻ്റെ, വലിയൊരു സംരക്ഷണമാണ്. എൻ്റെ വാഹനം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാറ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. രാത്രി 11:30 ആ ടൈമിൽ വാഹനങ്ങൾ ചീറി പറയുന്ന സമയത്താണ് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് പോയത്. ഉറങ്ങിപ്പോയി. എൻ്റെ റോങ് സൈഡിൽ വണ്ടി ഓടിച്ച് റോങ് സൈഡിൽ പോയി വാഹനം ഇടിച്ച് മതിലിടിക്കുകയും പോസ്റ്റുമേ ഇടിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഒരു പോറൽ പോലോ ഒന്നും ഏൽക്കാതെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം കിട്ടി. അത് കാരണമെന്ന് വെച്ചാൽ മാതാവ് തന്നെയാണ് സംരക്ഷിച്ചതെന്ന്. കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വാഹനത്തിൽ ഒറ്റക്കായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ജപമാല ചൊല്ലാനുള്ള രീതിയിൽ എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ആ വാഹനത്തിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ജപമാല വെച്ചാണ് ഞാൻ യാത്ര ചെയ്തത്. ജപമാല വെച്ച് യാത്ര ചെയ്തപ്പോഴാണ് ഈ സംഭവം നടന്നത്. പക്ഷേ മാതാവിൻ്റെ ആ അനുഗ്രഹത്താൽ എനിക്കൊരു പോറൽ പോലും, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ആ വാഹനത്തിൽ നിസ്സാര പരിക്കുകളുണ്ടെങ്കിലും വന്ന ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞ് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കൊരു പോറൽ പോലും, ഒരു വേദന പോലും എനിക്ക് മാതാവ് അനുവദിച്ചു തന്നില്ല. അതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാനും എൻ്റെ കുടുംബവുമായി ഒരു കല്യാണം ഫംഗ്ഷന് ഞാൻ പോയപ്പോൾ അവിടെ കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ അവിടെ ചെന്നത്. കണ്ണൂരായിരുന്നു കല്യാണം. അവിടെ തലേ ദിവസം ചെന്നപ്പോൾ റൂം എടുത്ത് അവിടെ റൂമിൽ താമസിച്ചു. പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ, രാവിലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് റൂമിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ ചെന്നപ്പോൾ എൻ്റെ ഇളയ മകൻ 1 വയസ്സായിട്ടുള്ളൂ. ആ മകൻ കട്ടിലിൽ കിടന്ന് കളിക്കുകയായിരുന്നു. കളിച്ച് കട്ടിലിൻ്റെയും ഭിത്തിയുടെയും ഇടയിൽ കുട്ടിയുടെ കൈപ്പത്തി ഇറക്കി ഗ്യാപ്പിൽ കൈപ്പത്തി ഇറക്കി കളിക്കുന്നുണ്ടായിരുന്നു. ആ കൈപ്പത്തി ഇറക്കി കളിച്ചപ്പോൾ കുട്ടിയുടെ കൈ വലിച്ചൂരിയപ്പോൾ കൈയുടെ വള 1/2 പവനോളം വരുന്ന ഒരു വള ഊരിപ്പോയി. പക്ഷേ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫംഗ്ഷന് വരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് കുട്ടിയുടെ കയ്യിൽ വള ശ്രദ്ധിക്കപ്പെട്ടത്. അന്നേരത്ത് വള കാണാനില്ല. അപ്പോൾ ഭാര്യ ആകെ ടെൻഷനായി. പക്ഷേ എനിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി, മാതാവിൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി. ഞാൻ ഭാര്യയെ ആശ്വസിപ്പിച്ചു, പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങും പോകില്ല, നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഭാര്യയെ ആശ്വസിപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് ഞാൻ നോക്കിക്കോളാം, എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ വരൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ഒരു സഹോദരൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. സഹോദരൻ എൻ്റെ കൂടെ ഒന്ന് വരണം, ഞാൻ ഈ സ്ഥലത്ത് ആദ്യമാണ്, കണ്ണൂർ ആദ്യമാണ്, എൻ്റെ ഒപ്പം ഒന്ന് സഹായത്തിന് വരണം എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നേരെ ഞങ്ങൾ താമസിച്ച റൂമിൽ ചെന്ന് ചെന്നപ്പോൾ അവിടുത്തെ റൂമിൻ്റെ ഉടമസ്ഥൻ അവിടെ ക്ലീനേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഫോണിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സാധനം. കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റൂം തുറന്ന് ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ നോക്കി, ഒന്നും കണ്ടില്ല. എൻ്റെ മനസ്സ് പറഞ്ഞ് കട്ടിൻ്റെ അടിയിലേക്ക് നോക്കാൻ പറഞ്ഞു. കട്ടിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ കട്ടിൻ്റെ അടിയിൽ ആ വള ഒരു കുഴപ്പം കൂടാതെ ആ വള അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, പേടിക്കണ്ട, വള കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സഹോദരൻ്റെ ഒപ്പം തിരിച്ച് ഞാൻ വരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയെ ആശ്വസിപ്പിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ സഹോദരൻ്റെ ഡ്രസ്സ് എന്ന് വെച്ചാൽ അത്
പച്ച കളറായിരുന്നു. മാതാവിൻ്റെ സംരക്ഷണം ആണെന്ന് അറിയിക്കാൻ വേണ്ടി പച്ച കളറാണ്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇവിടുത്തെ പച്ചത്തിരിയുടെ കളറായിരുന്നു ആ ഡ്രസ്സിന്. അതങ്ങനെ മാതാവിനും ഈശോയ്ക്കും അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തന്നതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാ 3 മാസം കൂടുമ്പോഴാണ് ഞാൻ പുതുക്കാൻ വരുന്നത്. ആ പുതുക്കാൻ വരുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ അതുകൊണ്ട് ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ മാതാവ് എനിക്ക് പത്രമില്ലല്ലോ കൊടുക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് 1 or 2 കെട്ട് പത്രം എനിക്ക് കിട്ടാറുണ്ട്. അതും ഞാൻ പത്രം വീട്ടിൽ കൊണ്ടുപോയി പത്രത്തിൽ കുരിശ് വരച്ച്, തൈലം കൊണ്ട് കുരിശ് വരച്ച് വചനം എഴുതിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ എൻ്റെ പറവൂര് 2 വൃദ്ധസദനം ഉണ്ടാവും ഉണ്ട്. പിന്നെ ഒരു ബുദ്ധിക്ക് സുഖമില്ലാത്ത ഒരു അനാഥാലയമുണ്ട്. അവിടെ ഞാൻ ആഴ്ചകളിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ചായ ആണെങ്കിൽ ചായ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാറുണ്ട് ആഴ്ചകളിൽ. പിന്നെ ഞാൻ ഉപവസിക്കുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ ഉപവസിക്കും. അത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കൽപ്പണിയാണ്, മേസൺ വർക്കാണ്. ബുധനാഴ്ച ശനിയാഴ്ച ഞാൻ ഉപവസിക്കും ജോലിയുടെ ഇടയിൽ. അത് 11 മണി തുടങ്ങി 3 മണി വരെ ഞാൻ വെള്ളം കൂടി ഞാൻ കുടിക്കാറില്ല. 3 മണി വരെ. അതിന് ശേഷമാണ് ഞാൻ 3 മണിക്ക് ശേഷമാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അത് ആ ഉപവസിക്കുന്ന അന്ന് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ആയിട്ട് ഞാൻ ഒരു 3 പേർക്കെങ്കിലും ഒരു ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അങ്ങനെ പിന്നെ കാരുണ്യ പ്രവർത്തികൾ ആര് എൻ്റെ മുൻപിൽ കൈ നീട്ടിയാലും ഞാൻ കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഞായറാഴ്ച ദിവസവും ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും. കുർബാന കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് എനിക്ക്. എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോവും. പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 3:50 ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥന ഒരു ജപമാല ചൊല്ലി അത് കഴിയുമ്പോഴേക്കും 5:30 ടൈമാവും. ആ 5:30 ടൈമിൽ ഇവിടുത്തെ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടുകയും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് 6 മണിക്കാണ് കുർബാന. 6 മണിക്ക് കുർബാനയ്ക്ക് പോയി വന്ന് ശേഷമാണ് ഞാൻ ജോലിക്ക് പോകാറ്. പിന്നെ കുമ്പസാരം എൻ്റെ ഇടവകയിൽ എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മിക്ക ആഴ്ചകളിലും ഞാൻ കുമ്പസാരിക്കാറുണ്ട്. 2 ആഴ്ച അങ്ങനെ ദിവസം ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ഒരാഴ്ച കുമ്പസാരിക്കാൻ തോന്നുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പാപത്തിലാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ കുമ്പസാരിക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ വീട്ടിലുണ്ടെന്നുള്ള തെളിവായിട്ട് എൻ്റെ രൂപത്തിൻ്റെ നടയിൽ ഇപ്പോഴും പച്ച, നീല ലൈറ്റ് സീരി സെറ്റുകൾ, അത് ഞാൻ ഇപ്പോൾ 3ാമത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറയാറുണ്ട്. സീരി സെറ്റിൽ 4 കളറുണ്ട്. ആ 4 കളറിൽ മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പച്ചയും നീലയും ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. എന്നുവെച്ചാൽ ഇവിടുത്തെ തിരികളുടെ കളർ മാത്രമേ കത്തുള്ളൂ. ചുമപ്പും മഞ്ഞയും ലൈറ്റ് കത്തില്ല. അഥവാ ഞാൻ ഉടമ്പടിയിലല്ല, മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ അടുത്തില്ല എങ്കിൽ അത് 2-3 തവണ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉടമ്പടി ഒന്ന് ഉഴപ്പി കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ് 4 ലൈറ്റും കത്തി. പിന്നെ അത് തിരിച്ചു വന്നത് ഇവിടുത്തെ ഡിസംബർ 7-ാം തീയതി ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം എനിക്കിവിടെ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ കുറച്ച് പേർക്ക് പൊതിച്ചോറ് കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അയൽവക്കക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ച് എനിക്ക് പൊതിച്ചോറുകൾ തന്നു. പൊതിച്ചോറ് തന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എല്ലാവർക്കും കൊടുക്കാൻ പോണേന്, നിൻ്റെ അനുഗ്രഹം സംരക്ഷണം ഉണ്ടാകണം, അതിന് തെളിവായിട്ട് നിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഞാൻ ആ പൊതിച്ചോറുകൾ എണ്ണി നോക്കിയപ്പോൾ 27 പൊതിച്ചോറുകളുണ്ടായി. 27 എന്ന് പറഞ്ഞാൽ 7, അത് മാതാവിൻ്റെ സംഖ്യയാണ്. അത് അന്ന് 7-ാം തീയതിയായിരുന്നു. ആ പൊതിച്ചോറെല്ലാം കൂടി ഞാൻ എടുത്ത് എൻ്റെ കട്ടിലപ്പടി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നടയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ മഞ്ഞയും ചുവപ്പും ആ 4 കളർ കത്തിക്കൊണ്ടിരുന്നത് ആ സ്പോട്ടിൽ തന്നെ എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ തന്നെ ആ പച്ചയും നീലയും ആയിട്ട് മാറി. ആ 4 കളറ് 2 കളറായിട്ട് മാറി. ഇപ്പോഴും ആ കളർ അതേപോലെ തന്നെയുണ്ട്. പിന്നെ ഒരുപാട് തിരികളിലും അതുപോലെ തന്നെ മാതാവിൻ്റെ സ്മെല്ലും എല്ലാം എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു.
ഇവിടെയെല്ലാം നാം കാണുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനമാണ്. ഉടമ്പടിയിൽ നമ്മൾ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെയാണ് നാം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ നിബന്ധനകൾ പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സംരക്ഷണമായാലും നഷ്ടപ്പെട്ടു പോയാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശോയുടെ അമ്മയുടെ ഒരു കൃപയാണ് നമ്മുടെ കൂടെയുള്ളത്. സങ്കീർത്തനം 30:2 പറയുന്നത്, എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങോട്ട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ കൂടെ വരെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. നമ്മുടെ ഓരോ കാര്യത്തെ നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെയും ആ ഇടപെടലിന് വേണ്ടി ആ സംരക്ഷണത്തിന് വേണ്ടി, ആ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്നും എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും, പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയുടെ അമ്മയുടെയും കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.